ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ജീവന്റെ ശബ്ദമല്ലേ? ആണ്. അത് തന്നെയാണോ? എന്തോ കുഴപ്പമുണ്ടല്ലോ. ആദ്യമോന് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഭക്ഷണം വാങ്ങിട്ട് വാ. അവന് ചപ്പാത്തിയാണ് ഇഷ്ടം. ആദ്യമോന് ഭക്ഷണം വേണമെങ്കിൽ എന്തിനാ അമ്മ പുറത്തുനിന്ന് വാങ്ങുന്നത്? ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ അത് വിലക്കാറില്ലേ? വീട്ടിലെ ഭക്ഷണം ഒത്തുമെന്ന് പറയാറില്ലേ? ആദ്യമോ കുഞ്ഞല്ലേ, അപ്പൊ അവന് കൊടുക്കേണ്ടത് വീട്ടിലെ ഭക്ഷണമല്ലേ? അതിന് ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഉണ്ടാക്കണം. ഇവിടെ അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. അമ്മ ഐശ്വര്യമായിട്ട് ചെന്ന് അടുക്കളയിലോട്ട് കയറിക്കോളൂന്നേ. ഡേ, നീ ചെന്ന് സഹായിക്കേ. എന്താ അമ്മേ, പെട്ടെന്ന് ആദിയുടെ വിശപ്പങ്ങ് മാറി? ഇല്ല, ഞാൻ ഉണ്ടാക്കിക്കോളാം. അടുക്കളയൊക്കൊന്ന് പരിചയപ്പെട്ട് വെച്ചോ. നമ്മളിനി ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പോവല്ലേ. ഇന്ന് എൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും കൂടെ ഇരുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം. ഡേ, ചെല്ലമ്മേ, ചെല്ലി. ശരവണ, നമുക്കിനി കുറച്ചേരം സംസാരിക്കാം. സത്യം ചൊല്ലുക ശരവണ, നിത്യ ശരിക്കും മരിച്ചുപോയോ? ചേട്ടാ, ഒന്ന് വേഗം പോവും. ഇതെന്തിനാ ഇത് പാത്രത്തിലേക്കിട്.
അമ്മേ അമ്മേ എന്താ അമ്മ ഇത്? അമ്മ എന്ത് പണിയായി കാണിച്ചേ? ജീവാ, അയ്യോ ജീവാ, അമ്മ ജീവാ. സാർ അമ്മ എന്താ അമ്മേ? എനിക്ക് കൈ കൊള്ളു മോനെ. എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഞാൻ മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം. നീ എന്താ പറയുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് കൈ വല്ലാതെ പോകുക. അമ്മേ ഏട്ടാ, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കൊണ്ടുപോയേ പറ്റൂ. വേണ്ട ജ്യോതി, ഞാനിവിടെ കിടന്ന് ചത്തോളാം. എന്നെ ആരും കൊണ്ടുപോകണ്ട. ഓഫ്. വാ വാ. വാ. ചേട്ടാ, ഈ വീട് നമ്പർ 68 എവിടെയാ? നേരെ പോയിട്ട് റൈസല്ല. ആ ശരി. ആ ദാ. മോനെ ജീവ, എന്റെ കൈ വയ്യ. കേറ് കേറ്. എന്താ? നീ കേറ്, ഞാനിവിടെ അറ്റത്തിരുന്നോളാം. ജ്യോതി, നിത്യേച്ചിയുടെ ശബ്ദമല്ലേ അത്? നിത്യമ്മ അമ്മയെ തനിച്ചാക്കിയിട്ട് എന്തിനാ പോന്നെ? അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ അത് തടയാൻ? തോന്നിയോ ജ്യോതി? ശരവണ, മാഡം അല്ല അമ്മ എവിടെ? അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കാം. അമ്മയുടെ കൈയൊന്നും മുറിഞ്ഞു. മുറിഞ്ഞതല്ല അമ്മേ, അമ്മൂമ്മയുടെ കയ്യിൽ പൊള്ളിയതാ. കൈ പൊള്ളിയോ? എങ്ങനെ? അത് അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ. ഇതാരുടെ വീടാ? ചോദിച്ചത് കേട്ടില്ല. ഇത് ആരുടെ വീടാന്ന്? അമ്മയുടെ ഒരു പരിചയക്കാരന്റെ വീടാ. അയാള് ദുഷ്ടനാ അമ്മേ. എന്തൊക്കെ പറഞ്ഞൂന്നറിയോ? കൊല്ലൂന്നൊക്കെ പറഞ്ഞു. അമ്മൂമ്മയൊക്കെ പേടിച്ച് നിൽക്കുമായിരുന്നു. ഇതെന്തീ പറയുന്നേ? അങ്ങനെ
ഇങ്ങനൊരാളുടെ വീട്ടിൽ നിങ്ങൾ എന്തിനാ വന്ന് കയറിയ? ആരാ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത്? ഇയാള് തന്നെ. ഇത്രയും കുഴപ്പം പിടിച്ച ഒരാളുടെ കൂടെയാണോ അമ്മ ഹോസ്പിറ്റലിൽ വിട്ടിരിക്കുന്നത്? ഏത് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത്? നമുക്ക് അങ്ങോട്ട് പോവാം. അത് നിത്തേച്ചി ഇപ്പോ ആദ്യ മോനെയും കൂട്ടി ഇവിടുന്ന് പോണം. അമ്മ വരുമ്പോ ഞങ്ങൾ അമ്മയും കൂട്ടി അങ്ങ് വന്നോളാം. നിത്തേച്ചി ഇപ്പൊ എന്നോട് വേറെ ഒന്നും ചോദിക്കരുത്. വേറെ ഒന്നും ചോദിക്കരുതെന്നോ? വേറെ എന്താ ഉള്ളത്? ജ്യോതി, സത്യം പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ? നിത്യ മാഡം, അത് എന്ത് വന്നാലും അതെല്ലാം അപ്പുറം சொல்ல. നീങ്ക പോയിടുങ്ക. അമ്മേ നമുക്ക് പോവാം അമ്മേ. എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മേ. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവാ അമ്മേ. അതെ, ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഞാൻ അറിയാത്ത എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഒന്നുമില്ല ചേച്ചി. ചേച്ചിയോട് പിണങ്ങി വന്ന് നിൽക്കാൻ കിട്ടിയത് ഇങ്ങനെ ഒരു സ്ഥലത്തായിപ്പോയി. അങ്ങ് തിരിച്ചു വന്നാൽ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. மேடம் ப்ளீஸ் மேடம், எதுவாக இருந்தாலும் சுஜாதா மேடம் உங்கள்கிட்ட சொல்லியிருக்க மாட்டீங்களா? நீங்கள் போயிடுங்க. ശരി, ഞാൻ പോവാം. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അത് അമ്മയോടൊന്ന് പറഞ്ഞേക്കണം. വാ മോനെ. ഇനി ഏതുവായിരുന്നാലും പറയില്ല, നിത്യമരത്തെ അവർ പാത്തില്ലല്ലോ. വാമ്മ. ഏഞ്ചലേ, നമ്മുടെ സ്കൂളിൽ വരുന്ന സെലിബ്രിറ്റി ഇല്ലേ, വീണ, അവരിപ്പോ ഞങ്ങളുടെ വീട്ടിലുണ്ട്. എന്തിനാ വന്നേന്ന് എനിക്കറിയില്ല. ഇവിടെ ഞങ്ങളുടെ വീട്ടിലാ താമസം. ഞാൻ ചോദിച്ചു നോക്കാം. സമ്മതിക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാം, ഓട്ടോഗ്രാഫും മേടിക്കാം. എങ്കിൽ ഏഞ്ചലി വന്നോളൂ. ഞാൻ വെക്കട്ടെ? ശരിയെന്നാ. നിന്നോട് ആര് പറഞ്ഞത് എന്റെ മുറി കയറാൻ? എന്റെ മേക്കപ്പ് സാധനങ്ങൾ എന്റെ അനുവാദം ഇല്ലാതെ എടുക്കാൻ ആരാ പറഞ്ഞത്? ഇതിന്റെയൊക്കെ വേല എന്താണെന്നറിയോ? എന്ത് കണ്ടാലും ഓർത്തി പിടിച്ച പിള്ളേരെ പോലെ ഇങ്ങ് ഇറങ്ങിക്കോളും. എന്റെ കുഞ്ഞിനെ ശാസിക്കാനായിട്ട് നിനക്ക് എന്താടി അവകാശം? നിങ്ങളുടെ കുഞ്ഞാണെങ്കിലേ അടക്കി ഒതുക്കി വളർത്തണം.
എന്റെ മുമ്പിൽ വന്ന് നെഞ്ചു വിരിച്ച് നിന്നാ പോരാ, കുഞ്ഞിന് അന്തസ്സുണ്ടാവണം. എടാ ഇവിടെ ഉണ്ടല്ലോ, ഒരു നിമിഷം ഇവിടെ നിർത്താൻ പാടില്ല. ഇറങ്ങിപ്പോവാൻ തയ്യാറല്ലെങ്കിലേ അടിച്ചിറക്കണം നീ. ആഹാ, അങ്ങനെ എന്റെ ദേഹത്ത് തൊടുന്ന ഒരാളുണ്ടെങ്കിലേ അതെനിക്കൊന്ന് കാണണം. നീ കണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കി കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. പിന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോവാണെങ്കിലേ നിയമത്തിന്റെ മുന്നിലേ ഞാനും ദേ ഈ നിൽക്കുന്ന മനുഷ്യനും ഭാര്യയും ഭർത്താവോ. ഗാർഹിക പീഡനത്തിനെ ഞാനൊരു കേസ് കൊണ്ടുപോയി കൊടുത്താലേ അമ്മാവനും മോനും അഴിയെണ്ണും. ഞാൻ നിങ്ങളുടെ മകളാ, ഇയാളുടെ ഭാര്യ. അത് തെളിയിക്കാനേ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. മകളാണെന്നും ഭാര്യയാണെന്നും തെളിയിക്കുന്നത് നിയമം കൊണ്ടല്ല വീണേ, പ്രവൃത്തി കൊണ്ടാ. വീണേ, ഇവിടുന്ന് ഇവര് നിന്നെ ആട്ടി പുറത്താക്കിയത്. തിരിച്ച് ഈ വീട്ടിലേക്ക് കയറ്റിയതേ ഞാനാ. അതുകൊണ്ട് നീ പറയുന്നത് ഞാൻ അനുസരിക്കണോ? നീ ആരാടി? ഈ വീട്ടിനകത്ത് നിനക്കെന്താ സ്ഥാനം? ഹരിയോട് വേറെന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലേ ആ ബലത്തിൽ എന്നോട് സംസാരിക്കണ്ട. ഹരിയും ഞാനും തമ്മിലുള്ള ബന്ധം നീ എങ്ങനെ കണക്ക് കൂട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം സത്യം, നിന്നെക്കാളും ഒരു അല്പ സ്വാധീനം ഹരിയുടെ മനസ്സിൽ എനിക്കുണ്ട്. വന്നു കയറിയ നിമിഷം മുതൽ കണക്ക് പറയാൻ തുടങ്ങിയതാണല്ലോ നീ. ഈ കണക്കൊക്കെ പറഞ്ഞു തീർത്തിട്ട് നീ എങ്ങോട്ട് പോവാനാ? ശരിയാണ്, നീ ഒരു സെലിബ്രിറ്റിയാ. പക്ഷേ ഒരു കുടുംബജീവിതം ഇല്ലാത്തതിന്റെ പേരിൽ ആത്മാവ് തൊട്ട് നിലവിളിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികളെ നിത്യേന സോഷ്യൽ മീഡിയയില് കാണുന്നവരാ ഞങ്ങള്. അതല്ലെങ്കിൽ തന്നെ നൊന്തു പെറ്റ കുഞ്ഞിനോട് സ്നേഹമില്ലാത്ത നിന്നെ എന്താ പറയേണ്ടത്? എന്തായാലും നന്നായി. നിനക്ക് ആ ചോര കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തോന്നിയതും ഹരിക്ക് വളർത്താൻ തോന്നിയതും. അതല്ല, അമ്മയുടെ ശീലത്തിലാണ് ആ കുഞ്ഞിനെ വളർത്തിയതെങ്കിൽ ഇത്രയും നാൾക്കുള്ളിൽ ചുറ്റുപാടുള്ളവരെ ആ കുഞ്ഞ് വെറുപ്പിച്ചേനെ. പോടി എന്റെ വീട്ടിൽ നിന്ന്. ഞാൻ ഈ വീട്ടിലേക്ക് നിന്നെ പിടിച്ചു കയറ്റുമ്പോ യാചിക്കായിരുന്നു നീ, വേദന മാറുന്നത് വരെങ്കിലും നിൽക്കാൻ. ഇപ്പൊ നിന്റെ വേദന മാറി, നിന്റെ പത്തി പുറത്തെടുത്തു. പക്ഷെ അതിന്റെ പേരിൽ പേടിക്കാൻ നിത്യ കിട്ടില്ല. മനസ്സിലായോ? ഹരി, വെള്ളം കുടിയടാ. ഓക്കെ ആയേടാ. ഓ ഈ നിൽക്കുന്ന ഹരി എന്റെ സുഹൃത്താ, ആത്മാർത്ഥ സുഹൃത്ത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീ ഇടപെടേണ്ട കാര്യമില്ല. മനസ്സിലായോ? എനിക്ക് പത്മ ടീച്ചറെ ഇഷ്ടായി.
മരുന്ന് കഴിക്കണം. കുറച്ച് ദിവസത്തേക്ക് കൈ നനയാതെ നോക്കാൻ വേണം. ഒരാഴ്ച കൊണ്ടേ മാറൂ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നാ മതി. ശരി മാഡം.